ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ കടന്നു വരികയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും തുടർന്ന് പെട്ടെന്ന് തന്നെ യേശുവാണ് രക്ഷകനെന്ന് അവൻ ക്രിസ്തുവെന്നവൻ ജനങ്ങളോട് പ്രഘോഷിക്കാൻ തുടങ്ങിയാണ്. പിന്നീടുള്ള പൗലോസിന്റെ ജീവിതമാണ് താൻ ആരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചോ ആ വ്യക്തിയെ പ്രഘോഷിക്കുന്ന വ്യക്തിയായിട്ട് പൗലോസ് മാറുകയാണ്, സൗൾ മാറുകയാണ്. പ്രിയമുള്ളവരെ, ഫിലിപ്പി ലേഖനത്തില് പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. വീണ്ടും പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് റോമാലേഖനം 8-35 പൗലോസ് ചോദിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, ആപത്തോ, നഗ്നതയോ, വാളോ? ഇത് ഒന്നും നിന്നും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപെടുത്താൻ സാധിക്കുകയില്ല. ഒരു കാലത്ത് യേശുവിനെ പീഡിപ്പിച്ചിരുന്ന വ്യക്തി യേശുവിനെ തിരഞ്ഞെടുക്കുക